വല്ലാർപാടം ബസ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ബസിന്റെ ബ്രേക്ക് നഷ്ടമായതിന് പിന്നാലെയാണ് അപകടമുണ്ടായത്. ആംബുലൻസിലും ബൈക്കുകളിലും ബസ്സിടിച്ചു. ഡ്രൈവർ ട്രക്കിൽ ബസ്സിടിച്ചു നിർത്തിയതോടെയാണ് വൻ അപകടം ഒഴിവായത്. കീർത്തി മോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കീർത്തി, ആ അപകടത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ആര്യ, അപകടത്തിന്റെ തീവ്രത ഏറെ ഭയാനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിങ്കളാഴ്ച നടന്ന ബസ് അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്, വല്ലാർപാടത്ത് നടന്ന ബസ് അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നത്. ഗോശ്രീ പാലത്തേക്ക് കടന്ന ബസ് അതിന്റെ നിയന്ത്രണം വിട്ട ബ്രേക്ക് നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് അപകടം സംഭവിക്കുന്നത്. ഈ ബസിന്റെ ബ്രേക്ക് നഷ്ടമായിരുന്നു. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആദ്യം ആ ബസ് പോകുന്നുണ്ട്, ആ പാലത്തിലൂടെ നീങ്ങുന്നു. പിന്നീട് ആ ബസ്സിനുള്ളിൽ നിന്ന് തന്നെ ആൾ പറയുന്നുണ്ട് ബ്രേക്ക് പോയി എന്ത് ചെയ്യുമെന്ന് ഏറെ ആശങ്കയോടുകൂടി പറയുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നീടാണ് മുന്നിലുള്ള ആംബുലൻസിലേക്ക് ഈ ബസ് നേരിട്ട് ഇടിക്കുന്നത്. അതൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിന് പിന്നാലെയും ബസ് നിർത്താനാകാതെ വീണ്ടും ബസ് മുന്നോട്ടേക്ക് പോകുന്നു. പിന്നീട് ഒരു ബൈക്ക് യാത്രികയാണ് ബൈക്കിലേക്ക് ഇടിക്കുന്നു. പിന്നീട് ഒരു കണ്ടെയ്നറിൽ ഇടിച്ചാണ് ആ ബസ് നിൽക്കുന്നത്. അത്രയും തീവ്രത നിറഞ്ഞ അപകടം. 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. സാരമായ പരിക്കാണ് അവർക്ക് ഉണ്ടായതെങ്കിൽ പോലും ആ ഒരു അപകടത്തിന്റെ തീവ്രത അത് ഏറെ ഭയാനകമാണ്. വലിയൊരു അപകടമാണ് ഒഴിവായത്. ഈ ഒരു ട്രക്കിലിടിച്ച് ആ ഒരു കണ്ടെയ്നറിൽ ഇടിച്ചാണ് ബസ് നിൽക്കുന്നത്. അവിടെയും ബസ് നിന്നില്ലായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം തന്നെ സംഭവിച്ചേനെ. പാലത്തിലൂടെ ഗോശ്രീ പാലത്തിലേക്ക് കയറുന്ന സമയത്ത് ഗോശ്രീ പാലത്തിലൂടെ പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇത്രയും വലിയൊരു അപകടം. 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. സാരമായ പരിക്കാണെങ്കിൽ പോലും അപകടത്തിന്റെ തീവ്രത അത് വലുതാണ്. ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായത് അത് ഗുരുതര സംഭവം തന്നെയാണ്. എന്തായാലും ഇവർക്കൊക്കെ സാരമായ ബസ് യാത്രക്കാർക്ക് സാരമായ പരിക്കാണ്. ബൈക്ക് യാത്രികർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ബസ്സിലെ ഡ്രൈവർക്കും പരിക്കേറ്റ ഒരു സമയത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാലും ആംബുലൻസിലാണ് ആദ്യം ഈ ബസ് വന്ന് ഇടിക്കുന്നത്. രോഗിയുണ്ടായിരുന്നു ആംബുലൻസിൽ ഇടിച്ചതിന് ശേഷമാണ് ബൈക്കിലേക്ക് ഇടിക്കുന്നത്. പിന്നീട് ഈ കണ്ടെയ്നറിൽ ഇടിച്ചാണ് ഈ ബസ് നിൽക്കുന്നത്. ഇപ്പോൾ അതിന്റെ അപകടത്തിന്റെ തീവ്രത കാണിച്ചു തരുന്ന ആ ഒരു ബസ്സിൽ നിന്നുള്ള ആളുകൾ പറയുന്നുണ്ട് ബ്രേക്ക് നഷ്ടമായി, ബ്രേക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ആര്യ, തീർച്ചയായും വലിയൊരു അപകടം തന്നെയാണ് തലനാരിടയ്ക്ക് ഒഴിവായത്. ആ അപകടത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കീർത്തി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.